ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനൊപ്പം എംഎൽഎമാരും നിയമസഭാ കൗൺസിൽ അംഗങ്ങളും അയോധ്യയിൽ ദർശനം നടത്തി. അതേസമയം സമാജ്വാദി പാർട്ടിയുടെ എംഎൽഎമാരും കൗൺസിൽ അംഗങ്ങളും അയോധ്യ സന്ദർശനത്തിൽ നിന്നും വിട്ടുനിന്നു. അയോധ്യ ക്ഷേത്രത്തിലെ രാമകഥാ മണ്ഡപത്തിൽ ആദ്യമായി മന്ത്രിസഭാ യോഗം ചേർന്നു. ഡൽഹി മുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടി ദേശീയ കൺവീനറുമായ അരവിന്ദ് കെജ്രിവാളും കുടുംബാംഗങ്ങളും പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാനും തിങ്കളാഴ്ച അയോധ്യ രാമക്ഷേത്രം സന്ദർശിക്കും. സമാജ്വാദി പാർട്ടിയുടെ നിയമസഭാ അംഗങ്ങൾ വിട്ടുനിന്നെങ്കിലും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനൊപ്പം സ്പീക്കർ സതീഷ് മഹാനയും മുഴുവൻ മന്ത്രിമാരും ഭരണപക്ഷ എംഎൽഎമാരും കോൺഗ്രസ് ബിഎസ്പി എംഎൽഎമാരും നിയമസഭാ കൗൺസിൽ അംഗങ്ങളും അയോധ്യ രാമക്ഷേത്രത്തിൽ ദർശനം നടത്തി. മുഖ്യമന്ത്രിക്കൊപ്പമുള്ള പാർട്ടി എംഎൽഎയുടെ അയോധ്യ സന്ദർശനത്തിന് രാഷ്ട്രീയ മാനം നൽകേണ്ട കാര്യമില്ലെന്ന നിലപാടാണ് കോൺഗ്രസിന്. ക്ഷേത്രത്തിലെ രാംകഥാ മണ്ഡപത്തിൽ ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ അയോധ്യാധാം തീർത്ഥവികാസ് പരിഷത്ത് രൂപീകരിക്കുക, 25 ഏക്കർ സ്ഥലത്ത് ക്ഷേത്ര മ്യൂസിയം നിർമ്മിക്കുക, അയോധ്യ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അന്താരാഷ്ട്ര ഗവേഷണ സ്ഥാപനമായി വികസിപ്പിക്കുക, ഇൻലാൻഡ് ഹൈവേ അതോറിറ്റി സ്ഥാപിക്കുക തുടങ്ങിയ അയോധ്യയിലെ വികസനത്തെക്കുറിച്ചുള്ള തീരുമാനങ്ങൾ കൈക്കൊണ്ടു. പ്രത്യേകം തയ്യാറാക്കിയ ബസ്സുകളിലാണ് മന്ത്രിമാരെയും നിയമസഭാംഗങ്ങളെയും ലക്നൌവിൽ നിന്ന് അയോധ്യ ക്ഷേത്ര നഗരിയിലേക്ക് എത്തിച്ചത്. അമൃത ന്യൂസ്, ന്യൂഡൽഹി.